വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മർത്തിയ 14 ചാനൽ ആസീസ് മർത്തിയ. ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നതാണ്. നല്ല അടിപൊളി കണ്ണാരി വേണ്ടിയുള്ള നെയ്ച്ചോറിൻ്റെ വീഡിയോ ആയിട്ട് വന്നത്. കാരണം എന്താ, അപ്പോൾ ആദ്യമായിട്ട് അരി നന്നായി കഴുകി മാറ്റി വെക്കാം. കഴിഞ്ഞ അരി നല്ല ചെറിയ കുഞ്ഞ അരിയാണ്. അപ്പോൾ അത് കഴുകി വെള്ളം ഊറ്റി ചെയ്ത് വെച്ചിട്ട് ആ സമയം കൂടെ നമുക്ക് മറ്റുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെക്കാം. ആദ്യമായിട്ട് ഒരു ഫ്രൈ പാന് ഒന്ന് സ്റ്റൗ ഓണാക്കി വെക്കാം. എണ്ണ അത് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ 6 kg ഇട്ട് കൊടുക്കാം. എന്നുണ്ടല്ലോ നോട്ടിക്ക് പാത്രമാണ് എടുത്തിട്ടാണ്. അപ്പോൾ എണ്ണ ഒഴിച്ച് അതിന് ഡാൽഡ നെയ്യ് ഇട്ട് കൊടുത്ത്, എനിക്ക് എണ്ണയ്ക്ക് പകരം ഡാൽഡ യൂസ് ചെയ്യാൻ പറ്റും. ഡാൽഡ ഇല്ലാത്തതുകൊണ്ട് എണ്ണ യൂസ് ചെയ്തു. എന്താ എണ്ണയും ആ നെയ്യും ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഓൾ സ്പൈസസ് ഇടാം. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, കറിവേപ്പട്ട അങ്ങനെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ചെറിയൊരു റോസ്റ്റാക്കി ചേർക്കാം. പിന്നീട് നമുക്കതിന് സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ച് ഓനിയനും കൂടി ചേർത്ത് വെക്കാം. അങ്ങനെയല്ല, ഓനിയനും കൂടി ചേർത്ത് നല്ല എണ്ണയിൽ തന്നെ ചെറിയ ബ്രൗണിലേക്ക് കറലാകുന്നവരെ ഒന്ന് ചെറുതായിട്ട് വാറ്റി വെക്കാം. ഇങ്ങനെ ചെറിയ തീ തന്നെ ചേർന്നത്, ഒരുപാട് തീ കിട്ടേണ്ട പെട്ടെന്ന് കഴിഞ്ഞ്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടിയ നട്ട്സ് ഇട്ട് കൊടുക്കാം. അത് മുന്തിരി, അണ്ടിപ്പരിപ്പ്, ബദാം അങ്ങനത്തെ ഒരു നിങ്ങളെടുത്തിട്ട് അത് നട്ട്സിലിട്ട് കൊടുക്കാം. അതും കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നീട് ഒരുപാട് വേണ്ട, ജസ്റ്റ് മതി. ഒരു ഫ്ലേവറിനായിട്ട് ഇഞ്ചി, പച്ചമുളകെല്ലാം ഒന്ന് ചതച്ചിട്ട് അത് കൊടുത്ത് കൊടുക്കാം. ചെറിയ 1/4 ടീസ്പൂൺ മതി. ഓക്കെ. പിന്നെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ച ക്യാരറ്റ് കൂടി ചേർക്കാം. ക്യാരറ്റ് നല്ലൊരു കളർഫുള്ളായിട്ടുണ്ടാവും. ചേർത്ത് ഇങ്ങനെ ഇവിടെ കിട്ടാൻ പറ്റും. അങ്ങനെ ക്യാരറ്റ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ആയിട്ട് എടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അതായത് ഞാൻ 1 കപ്പിന് 1.5 കപ്പ് എന്ന രീതിയിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഗ്ലാസ് എടുക്കുന്ന ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ എടുക്കാം. അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി വെള്ളം ഊറ്റി മാറ്റി വെച്ച റൈസ് ഉണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് കല്ലുപ്പിനെ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പൊടിയുപ്പാണ് ചേർത്ത്. കല്ലുപ്പിട്ട് ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും. എന്നാൽ ഈസി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈ റൈസാണ്. നമുക്ക് ഇത് ബീഫ് കറീൻ്റെ കൂടെ, മട്ടൻ കറീൻ്റെ കൂടെ, ചിക്കൻ കറീൻ്റെ കൂടെ നല്ല ആസ്വദിച്ച് കഴിക്കും. ഞാൻ ഇതിന് കൂടെ ഒരു മട്ടൻ കറി വെച്ചിട്ടുണ്ട്. സ്ലൈസായിട്ട് ലെമൺ കൂടി ചേർത്ത് കൊടുത്താണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. എനിക്ക് വേണം ലെമണിൻ്റെ കട്ട് ചെയ്ത് ചേർക്കാനുണ്ടെങ്കിൽ ഞാൻ ലെമൺ പിഴിഞ്ഞും കൊടുക്കാം. ലെമണിൻ്റെ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. അത് വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ അരിയെല്ലാം ഒന്ന് ചേർത്ത് നിങ്ങളെങ്ങനെ ഗീ റൈസെല്ലാം ഉണ്ടാക്കുന്നത് ഇതേ രീതിയിലെ വേറെ രീതിയിൽ എനിക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വേറെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ദമ്മിട്ട് കൊടുക്കാം. നല്ലതെല്ലാം ചെറിയ തീയിൽ നന്നായിട്ട് അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചൂട് കുറച്ച് വേണ്ടിയിട്ടാണെങ്കിൽ വെള്ളം നിറച്ചിട്ട് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെങ്കിൽ നമുക്കൊന്ന് തുറന്നിട്ടെല്ലാം നോക്കാം. അങ്ങനെ എനിക്ക് ചൂടുള്ള വെള്ളം പറ്റുക എന്തായാലും അറിയുന്നുണ്ടല്ലോ. ആവി പറക്കുന്നത് കൃത്യമായിട്ട് നല്ല അടിപൊളിയാണ്. അറിയുന്നുണ്ടല്ലോ, നല്ല ടേസ്റ്റ് ആയിട്ട് ഗീ റൈസ് റെഡി. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മട്ടൻ കറിയാണെങ്കിൽ മട്ടൻ കറിയും ഗീ റൈസും, പിന്നെ സൈഡായിട്ട് അച്ചാർ, തൈര്, പിന്നെ റൈത്ത, കച്ചമ്പർ അത് കൂട്ടി നല്ല അടിപൊളിയായിട്ട് സ്വാദിഷ്ടമായിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ബായ്. മറ്റേ മറ്റേ